എന്താ കുട്ടി പറയുന്നത്? ഇന്ന് വൈകിട്ട് ബാല ഇറങ്ങാറുണ്ടതാ. 10,25,000 രൂപ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞു. ഞാൻ പറയുന്ന സത്യം. ആ ചെക്ക് മാറില്ല. അയാള് സുരേഷ് മേനോനല്ല. സുരേഷ് മേനോനായിട്ട് അഭിനയിക്കായിരുന്നു. ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. മാഷ് എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങിയിട്ട് എന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കിയേ. മര്യാദക്കിനെ കാശണെന്നില്ലേ ഇന്ന് തന്നെ ശവടക്ക. ഇങ്ങനെ തിരിഞ്ഞോക്കോ. വെറുതെ ഇരിക്കണോ? അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്നെ തനിനാ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചെയ്യണമെന്ന് അറിയോ? സുരേഷ് മേനാന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കുന്നില്ലേ? ആ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അതെ എവിടെ കലവല 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 പറയില്ല. എന്റെ ഇടപാടെ അയാളോടല്ല, ഇയാളോടാ. ഈ നക്കി നേരോട്. ഈ നക്കിന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. കേട്ടോ, ആദ്യം പോലീസിനെ കൂട്ടി രോഗിനെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ ടാക്സി എടുക്കാം. അല്ലാതെ ഇവിടെ മറ്റൊരു മറിച്ചും പറയുന്നത് എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നൊരു കാര്യം, വല്ല ഓടിപ്പകലെ ശമ്പളം നടത്തിയാലല്ലോ അടിച്ചിന്റെ പൂട്ടല് വെക്ക് ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണടാ. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കളിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ. ഇന്ന് തീർക്കും ഞാൻ. അടി അടി പുറകെ ഞങ്ങളുണ്ട്. അടി എന്താ പാടും അവിടെ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്ക്.